ആദ്യം അതായിക്കോട്ടെ എന്ന് അമിത്ഷാ ഒരിക്കൽ വന്ന് പറഞ്ഞതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് സ്വാധീനമുള്ളത് തിരുവനന്തപുരത്താണ്, ജയിക്കാൻ പറ്റുന്നത് തിരുവനന്തപുരത്താണ്. അവിടെ ജയിക്കണമെങ്കിൽ നിങ്ങൾ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങണം. അതായത് അമിത്ഷാ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് അമിത്ഷാ ഗുജറാത്തി മോദി അമിത്ഷായും കൂടെ പരിപാടി തുടങ്ങിയത്. അതിനുശേഷം പഞ്ചായത്ത് പിടിച്ചാണ്. ഇനി ഒരു കാലത്തും ആർക്കും എത്തി നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് BJP ഇപ്പൊ എത്തിച്ചിരിക്കുന്ന രണ്ട് നേതാക്കൾ. അവരെ പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് വിചാരിക്കേണ്ട കാര്യമില്ല, ജനത്തിനിടയിൽ താല്പര്യമുള്ള പൊതുജനസമ്മതനായിട്ടുള്ള നമ്മുടെ BJPക്കാരായിട്ടുള്ള ആൾക്കാരെ അതായത് കോർപ്പറേഷനെ മത്സരിപ്പിക്കുക. നിങ്ങൾ മത്സരിപ്പിക്കുമ്പോൾ അയാൾ മേയറാകും. കോർപ്പറേഷനിൽ ഒരാൾ മത്സരിക്കുമ്പോൾ അയാൾ മേയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള കോർപ്പറേഷൻ ജയിക്കും. അപ്പൊ കൂടുതൽ കോർപ്പറേഷൻ ജയിച്ചാൽ മാത്രമല്ലേ മേയർ ആവാൻ പറ്റൂ. അപ്പൊ അങ്ങനെ മേയർ ആക്കാൻ വേണ്ടി ജയിപ്പിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന 5ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ മേയർമാർ കൂടുതൽ ഉണ്ടാകും. അപ്പം അവർ ജനപ്രതിനിധികളാകും. അവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജനങ്ങളെ സേവിക്കാൻ സാധിക്കും. അതിനകത്തുനിന്ന് നമുക്ക് MLA-മാരെ MP-മാരെ ഉണ്ടാക്കാമെന്ന് ഒരു 10 കൊല്ലം മുമ്പ് ഏറ്റവും വലിയ അവരുടെ ഒരു കേന്ദ്ര ഈ നേതാക്കന്മാരുടെ എല്ലാം കൂടെ യോഗത്തിനകത്ത് പറഞ്ഞതാ ഇത്. പക്ഷെ ഇത് അന്നൊന്ന് രാജഗോപാലിനെ ഉദ്ദേശിച്ചായിരുന്നു ഇത് പറഞ്ഞു, രാജഗോപാൽ മത്സരിക്കട്ടെ എന്നത്. പക്ഷെ അവരൊക്കെ മാറി പറക്കും. പക്ഷെ ഇപ്രാവശ്യം അതിന് മാറ്റം വന്നു. ഒരുപക്ഷെ വെയ്മുറുളയും പറഞ്ഞു ഞാൻ മത്സരിക്കാം, അല്ലെങ്കിൽ മറ്റു പല നേതാക്കന്മാർ മത്സരിക്കാം എന്ന് തയ്യാറായി. മാത്രവുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ശ്രീലേഖയെ പോലെയുള്ള പ്രമുഖർ 100 സ്ഥാനാർത്ഥികളും അതുപോലെ പ്രമുഖരായിട്ട് വന്നത് BJP തീരുമാനിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ജനങ്ങളെ സേവിക്കാൻ പ്രാപ്തരായിട്ടുള്ളവർ, ജനങ്ങളുടെ മനസ്സിലുള്ളവർ, ജനങ്ങൾക്ക് ഇവർ കഴിവുള്ളവരാണ് തോന്നിക്കുന്നവർ എന്നുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ശബരിനാഥനെയൊക്കെ കോൺഗ്രസ് കൊണ്ടുവരേണ്ടി വന്നത്. അല്ലെങ്കിൽ CPM-ന് ഞങ്ങളങ്ങ് തീരുമാനിക്കും, അല്ലെ ഇന്നാളെല്ലാം മത്സരിച്ചാൽ മതി. ആര്യരാജനെ പോലുള്ള ഈ പീക്രീം മുക്കള പിഴിഞ്ഞാൽ കളയാൻ പറ്റുന്ന പിള്ളേരെ കൊണ്ടുവന്ന് മത്സരിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം. അലങ്കാരത്തിനും അഹങ്കാരത്തിനും കൈയും കാലും വെച്ചാണ് ഇപ്രാവശ്യം CPM-ന് പോലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനകത്ത് ഒത്തിരി വട്ടം ആലോചിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വന്നു. BJP വിചാരിച്ച കാര്യം നടന്നു. ഒരുപക്ഷെ അമിത്ഷായുടെ ആ താല്പര്യം സാധിക്കുന്നതിന് വേണ്ടി RCക്ക് കഴിഞ്ഞു. അവിടെ 50ഓളം സീറ്റ് കിട്ടി. അന്നേരം പിന്നെ ഇവിടെ BJP എപ്പോഴും ഞെട്ടിക്കുന്ന പാർട്ടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.